ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട ബീഫും കായും. ഇതിന് നിങ്ങൾക്ക് പശു ഇറച്ചി കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ ബീഫിൻ്റെ ഒപ്പം കുറച്ച് ഫാറ്റ് കൂടി തരാൻ പറയാം. എനിക്കിവിടെ ഫാറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം കുറവുള്ള ബീഫാണ് കിട്ടിയത്. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 2.5 സ്പൂണോളം മുളക് പൊടി. അപ്പോൾ മുളക് പൊടി, അതിലേക്ക് 1 സ്പൂണോളം വിനാഗിരി, ഒരു 1-2 തണ്ട് കറിവേപ്പില, ഒരു തക്കാളിയുടെ പകുതി, ഒരു സവോളയുടെ പകുതി, ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പകുതി, ഒരു 1/2 ഇഞ്ചോളം ഇത്, ഒരു പച്ചമുളക് വട്ടത്തിലായി. ഇത്രയും സാധനങ്ങൾ ഇടുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കും. കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിക്കും. ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും നല്ലതാണ്. നമുക്കിവിടെ വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് നമ്മളത് ഒഴിക്കണം. നന്നായി തിരുമ്മി യോജിപ്പിക്കും. അപ്പോൾ ബീഫ് ആയിട്ടുണ്ട്. എയറൊന്നും പ്രഷറൊന്നുമില്ല. നമ്മൾ കുക്കർ തുറന്നു. നല്ല രീതിയിൽ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കായ ചേർക്കാം. ഞാൻ 3 നേന്ത്രൻ കായയാണ് എടുത്തിട്ടുള്ളത്. അത് 4ആക്കി നുറുക്കി അല്പനേരം വെള്ളത്തിൽ, അതായത് 1 സ്പൂണ് വിനാഗിരിയും 1 സ്പൂണ് ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം മുക്കി വെച്ചതിന് ശേഷമുള്ള കായ. അപ്പോൾ കായ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറേയധികം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കായയിലെ ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ആവുന്നത് കായയിലാണ്. ഇപ്പം ഞാനിവിടെ 3 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. 4ആക്കി നുറുക്കിയത്. അതൊന്ന് ഇളക്കിയിടുക. ആ മുളകൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണം. അല്പം വെള്ളം, ഇതിലുള്ള വെള്ളം ഈ കായ വേവാൻ മതിയാകില്ല. അപ്പം അതുകൊണ്ട് അല്പം വെള്ളം, കൂടുതലൊന്നും വേണ്ട, അല്പം വെള്ളം. വീണ്ടും കുക്കർ അടച്ചിട്ട് 2 വിസിൽ. അപ്പോഴേക്കും കായ കായ വേവും. നമ്മളിവിടെ 2 വിസിൽ വയ്ക്കുന്നു. ആ കായും വെന്ത് ബീഫുമായിട്ടൊന്ന് ജോയിൻ്റ് ആകാനായിട്ടാണ് നമ്മൾ സമയം. ഇപ്പോൾ 2 വിസിൽ. അപ്പോൾ കായ ഇട്ടതിന് ശേഷം പ്രഷർ
രണ്ട് പ്രശ്നമൊന്നും ഞാൻ അത് ഇറക്കി വെച്ചു. ഞാനവിടെ ഒരു ചട്ടി വെച്ച് ഇനിയുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ ആവർത്തിക്കും. ചട്ടി വെച്ചു, അതിലേക്കൊരു 2 സ്പൂൺ 2.5 സ്പൂൺ എണ്ണ. അതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി, ഏകദേശം ഒരു 1/2 ഇഞ്ചോളം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി മുളക് 2-3 സെക്കൻഡ് നേരം ഇളക്കുക. അതിനുശേഷം പകുതി എടുത്തു വെച്ചിരിക്കുന്ന സവോള, ഒരു മീഡിയം സവോളയുടെ പകുതി, നന്നായി ഇളക്കുക. പെട്ടെന്ന് വരാനായിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് കൂടി ഇടും. ഇപ്പോൾ നമ്മൾ മൊത്തം 2 സ്പൂണ് ഉപ്പിടും. 1 സ്പൂൺ നമ്മൾ ബീഫിലിട്ടു, അതിൽ കൂടാതെ 1 സ്പൂൺ ഇപ്പോഴും ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ആയതിനു ശേഷം വേണമെങ്കിൽ ചേർക്കാം. ഉള്ളി നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം. അത് വന്നതിന് ശേഷം വരാം. നന്നായി വഴണ്ട് വന്നു. അതിലേക്ക് നേരത്തെ ഉള്ള തക്കാളിയുടെ ബാക്കി ഭാഗം, അതായത് പകുതി തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുന്നു വേണ്ട. തക്കാളിയുടെ പുറം ഭാഗം ഒന്ന് വേവ് വേണ്ടു. തക്കാളി അതേപോലെ തന്നെ കിടക്കണം. തക്കാളി ഇങ്ങനെ അരിഞ്ഞു പോകണം. ഈ അരിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ബീഫിലിട്ട സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വേറെ രണ്ടാമത് ചെയ്യണമെന്നില്ല. ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫും കായും, കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, അധികം വെള്ളം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആ വെള്ളമടക്കം ഒഴിക്കുക. ഇവിടെ വെള്ളമൊന്നുമില്ല, കാരണം നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളത്. നമ്മൾ അഡീഷണലായിട്ട് ആകെ ഒരു തരി വെള്ളം ഒഴിച്ചു എന്നല്ലാതെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചില്ല. നന്നായി നമുക്ക് ഈ ഒരു പൊസിഷനിൽ വേണമെങ്കിൽ നിർത്താം. നിങ്ങൾക്ക് കഴിക്കാനുള്ള ടേസ്റ്റൊക്കെ ഇതിന് വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മളിവിടെ നിർത്തുന്നില്ല. നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അതെന്താണെന്നുള്ളതാണ് ഇനിയും. നന്നായി ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വേണമെങ്കിൽ ഈ പീസ് ഉപ്പ് നോക്കാം, ഉപ്പാകാണ്. ഇനി ഇതിലേക്കുള്ള വറുത്തെടുന്ന കാര്യങ്ങളാണ്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇതേപോലെ തന്നെ വറുത്ത് അതിലേക്ക് ഒരു 1.5 സ്പൂണോളം നെയ്യ്, നെയ്യിലാണ് നമ്മൾ വറുത്തത്. 1.5 സ്പൂണോളം നെയ്യ്. നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു 4 ചെറിയ ഉള്ളി, വട്ടത്തിലരിഞ്ഞത് അതിലേക്കിടാം. അത് നന്നായിട്ട് മൂക്കണം. അതുപോലെ
മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് നെടുകി കീറി, പച്ചമുളകിൻ്റെ പുറത്തെ ഭാഗം നന്നായിട്ടൊന്ന് പൊള്ളിയ അവസ്ഥയിലേക്ക് വരണം. അതിലേക്ക് ഒരു തണ്ട് വേപ്പില, ഇത് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫും കായിലേക്കും അങ്ങനെ തന്നെ ഒഴിക്കും. നന്നായിട്ട് ഇളക്കി ചേർക്കും. ഇതിൽ നമ്മൾ ഒരു മസാലപ്പൊടിയോ ഗരം മസാലയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക, ഒന്ന് അതിനുശേഷം 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂൺ തന്നെ മതി. വീണ്ടും ഒന്ന് ഇളക്കുക. ആ കുരുമുളക് എല്ലാ ഭാഗത്തേക്കും ആവണം. ഇതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊന്നും ഇത് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഈവൻ കുരുമുളക് ഇടുന്നത് പോലെ വാങ്ങി വെച്ചതിന് ശേഷമാണ്. ഇത്രയും ആയ ശേഷം ഇത് അടച്ചു. ഇതാണ് ഒരു ബീഫും കായും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്.